ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വടക്കൻ പറവൂരിലെ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കേരളത്തിൽ താമസിച്ചിരുന്ന 27 ബംഗ്ലാദേശികൾ പിടിയിലായ വാർത്ത കേട്ടിട്ടാണ് ഇന്ന് നമ്മൾ നേരം പുലർത്തിയത്. നേരം പുലർന്ന ഉടനെ തന്നെ നമ്മൾ കേട്ട ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത്. അതിഥി തൊഴിലാളികളെ താലോലിക്കുന്ന തിരക്കിൽ പലർക്കും ഒരുപക്ഷെ അതൊരു അത്ഭുതമായിരിക്കില്ല. ബംഗ്ലാദേശികളെ കൂട്ടത്തോടെ പൊക്കുകയും അതുപോലെ തന്നെ മിക്ക വീടുകളിൽ നിന്നും ബംഗ്ലാദേശികൾ കൂട്ടത്തോടുകൂടി കാണാതാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം കണ്ടുണരുന്നത്. പെട്ടെന്നൊരു ദിവസമാണ് ഒരുമിച്ച് താമസിച്ചിരുന്ന ബംഗ്ലകളെ കാണാനില്ല. അവര് ബംഗാളികൾ എന്ന വ്യാജേനയാണ് താമസിച്ചിരുന്നത്. കാരണം പല നാടുകളിൽ നിന്നും ബംഗ്ലാദേശികളെ കൂട്ടമായി വ്യാജ ആധാർ കാർഡുകളും വ്യാജ രേഖകളും ഉപയോഗിച്ച് രാജ്യത്ത് പ്രവേശിച്ചത് കണ്ടുപിടിച്ച വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഡൽഹിയിൽ നിന്നും ആസാമിൽ നിന്നും UP-യിൽ നിന്നുമൊക്കെയായി ധാരാളം ആളുകളെ പിടിച്ചു. ഏറ്റവും കൂടുതൽ ആളുകളെ ബംഗാളികളെ പിടിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഇപ്പോഴിതാ 27 ബംഗ്ലകൾ. രാജ്യ സുരക്ഷയ്ക്ക് നേരെയാണ് ഈ എണ്ണങ്ങൾ, അതായത് 27 എണ്ണം വിരൽ ചൂണ്ടുന്നത്. ഒരു 27 ആണോ? ഒരു വീട്ടിലായിരുന്നു ഇവർ 27 പേരും ഒരുമിച്ച് താമസിച്ചിരുന്നത് എന്നറിയുമ്പോൾ ഞെട്ടലുണ്ടാകത്തില്ല. നമ്മളെ പോലെയുള്ള ദേശസ്നേഹികൾക്ക് അത് അത്ഭുതം തന്നെയാണ്. അത് ഞെട്ടലുളവാക്കുന്ന വാർത്തയുമാണ്. ഒരു വീട്ടിൽ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച്, അവർക്ക് റേഷൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡുകളുണ്ട്, പാസ്പോർട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവർക്ക് താമസിക്കുന്നതിന് എന്താണ് പ്രശ്നം? അവര് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പോലും പറയരുത്, ബംഗാളികൾ എന്ന് പറയരുത്, അവര് അതിഥി തൊഴിലാളികൾ എന്നേ പറയേണ്ടൂ. അവർക്ക് റേഷൻ സാധനങ്ങൾ വേണമെങ്കിൽ കൊടുക്കണം, വീടുകൾ വാടകയ്ക്ക് കൊടുക്കണം, തൊഴിൽ എന്തും ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്നത് കൊണ്ട് അവർക്ക് തൊഴിൽ മേഖലകൾ തുറന്നു കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് സേവനങ്ങളിൽപ്പെട്ടതാണ്. ഇപ്പോൾ നേരത്തെ തന്നെ സമാനമായ രൂപത്തിൽ 7 ബംഗ്ലാദേശികൾ പിടിയിലായിരുന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. എറണാകുളം റൂറലിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. എന്നാൽ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഒരു വീട്ടിൽ നിർഭയം താമസിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അത് ആശങ്ക ഉയർത്തുന്ന വാർത്ത തന്നെയാണ്. എന്തായിരുന്നാലും NIA-ക്കും പോലീസിനും ATS-നും ഒക്കെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 27 പേരും ഒരു വീട്ടിൽ നിന്ന് തന്നെ പിടിയിലാകുന്നത്. ഇവരെത്ര വീട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ടാവും, എത്ര വീടുകൾ ഇവർ ഇതുപോലത്തെ രൂപത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ATS-ഉം പോലീസും ചേർന്നാണ് ഇവരെ വലയിലാക്കിയത്. 3 മാസത്തിന് മുമ്പ് ആണ് ഇവരെ 27 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവരിവിടെ എത്തുന്നു. ഇവരെ പിടിച്ച ഉടനെ തന്നെ ഇവര് പോലീസിന് നൽകിയ മൊഴി അതാണ്. ഇത് വിശ്വസിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. ഇവർ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളതെങ്കിൽ ഒരിക്കലും കുടുംബത്തെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. കുടുംബത്തിലെ എല്ലാവർക്കും വ്യാജ കാർഡുകൾ ഉണ്ടാക്കണ്ടേ? ഒരാൾക്ക് റേഷൻ കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡുകൾ, വോട്ടർ ID ഇതെല്ലാം ഉണ്ടാക്കി നൽകണമെങ്കിൽ തന്നെ 15,000 മുതൽ 25,000 രൂപ വരെ ചെലവുണ്ട്. അപ്പൊ 27 പേർക്കും വ്യാജ രേഖകൾ ഉണ്ടാക്കി കൊടുത്തവൻ നേടിയ പണം എത്രയാണ് എന്ന് ചിന്തിച്ചു നോക്കും. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർക്ക്. ഇത് വരുമാന മാർഗമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് 3 മാസമായി എന്ന് പറയുന്നത് കളവാണ് എന്ന് പോലീസ് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും പേര് ഒന്നിച്ച് താമസിക്കുന്നത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് എന്നാണ് NIA വിലയിരുത്തുന്നത്. ഇവരെങ്ങനെയാണ് കേരളത്തിലെത്തിയത്? ആരാണ് ഇവർക്ക് താമസ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്? ആരാണ് ഇവർക്ക് വ്യാജ കാർഡുകൾ ഉണ്ടാക്കി കൊടുത്തത്? ഇവർക്ക് ജോലി സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? ഇവർക്ക് നിർഭയത്വം നൽകുന്നത് ആരാണ്? ആത്മവിശ്വാസം നൽകി ഇവരെ ഒരു വീടെടുത്തു കൊടുത്ത് താമസിപ്പിക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ നാട്ടിനകത്ത് നിന്ന് തന്നെ ഉള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. പോലീസിന് ഇനിയും അറിയേണ്ടത് അതാണ്. ഇവരെങ്ങനെയാണ് കേരളത്തിൽ എത്തിയത് എന്നും ആരാണ് ഇവർക്ക് താമസ സൗകര്യങ്ങളും വ്യാജ രേഖകളും ഉണ്ടാക്കി കൊടുത്തത് എന്നതിൻ്റെയും പിന്നാലെയാണ് ഇപ്പോൾ പോലീസ്. പശ്ചിമ ബംഗാൾ വഴി നുഴഞ്ഞു കയറിയെത്തി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികൾക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങൾ ഒരുക്കാൻ
ഏജന്റുമാർ കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആശങ്കയാണ് ഇതോടുകൂടി ശക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഭയപ്പാടിലാണ് എന്ന് പറയാനും കാരണം ഒരു ഭാഗത്ത് നിന്ന് പിടിക്കുകയും മറുഭാഗത്ത് നിന്ന് നാടുകടത്തുകയും ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ മറുഭാഗത്ത് നിന്ന് അതിനേക്കാൾ പൂർവാധികം ശക്തിയോടുകൂടി ആളുകൾ ഇവിടേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്ത് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളിൽ നിരവധി പേർ കേരളത്തിൽ താമസിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് ഏതാനും കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കേരളത്തിലും ബംഗ്ലാദേശി ഭീകരരുണ്ട് എന്ന NIA റിപ്പോർട്ട് 2 വർഷം മുമ്പ് പുറത്തു വന്നിരുന്നതാണ്. അസമിൽ നിന്നും ബംഗാളികളും ഒക്കെയാണ് ഇങ്ങനെ കാണിച്ചിട്ടാണ് ഇവർ വ്യാജ തിരിച്ചറിയൽ രേഖകളിലൂടെ ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് താവളം ഉറപ്പിച്ചിട്ടുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികളെയും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ഇവരുടെ ഭാഷ കൊണ്ട് മാത്രം എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവരെ തിരിച്ചറിയാൻ കഴിയും. ഇവർ ആസാമികളാണ് എന്ന് പറയും, ബംഗാളികളാണ് എന്ന് പറയും. ഇങ്ങനെ പല നാടുകളിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ബംഗ്ലാദേശികൾ ഇവിടെ വന്ന് താമസം ഉറപ്പിച്ചിട്ടുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികളെ കുറിച്ച് അറിയാമെങ്കിലും തൊഴിലാളി ക്യാമ്പുകളിൽ ഉള്ള ആളുകള് ഭയം കാരണം അത് നിഷേധിക്കുകയാണ്. അതായത് ബംഗാളികൾക്കറിയാം അവരുടെ കൂടി സുസ്ഥിരതയെ അവരുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ബംഗ്ലാദേശികൾ ഈ നാട്ടിലേക്ക് കുടിയേറിയിരിക്കുന്നത് കൂട്ടമായിട്ട്. അപ്പൊ അവര് പിടിക്കപ്പെട്ടാൽ ഉറപ്പായിട്ടും ബംഗാളികൾക്ക് കൂടി ഇതൊരു തലവേദനയാകുമെന്ന് അറിയാമെങ്കിലും ഇവരുടെ അക്രമ സ്വഭാവം കാരണവും തങ്ങളാണ് ഒറ്റുകൊടുത്തത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് നമ്മളെ ജീവനോടെ പോലും വെച്ചിരിക്കില്ല എന്നറിയുന്നത് കൊണ്ട് പല ബംഗാളികളും ബംഗ്ലാദേശികളെ സംബന്ധിച്ച് മൗനികളാകുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തെ ബംഗ്ലാദേശികൾ സുരക്ഷിതമായ താവളമാക്കുന്നു എന്ന മുൻപുള്ള ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോൾ നിരന്തരം ബംഗ്ലാദേശികൾ പിടിയിലാകുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 2 ദിവസം മുമ്പാണ് എറണാകുളത്ത് നിന്ന് ഇതേപോലെ തന്നെ 34 പേർ ഒറ്റയടിക്ക് പിടിയിലാകുന്നത്. ഇതിനു മുമ്പ് കൊയിലാണ്ടിയിൽ ഒരു പോലീസ് ജീപ്പിന് മുമ്പിൽ, കൊയിലാണ്ടി സ്റ്റേഷനിൽ പഴയ ബസ് സ്റ്റാൻഡില് വലിയ രൂപത്തിൽ വാർത്തയായതാണത്. ഒരു പയ്യൻ, ബംഗാളി പയ്യനാണ് എന്ന് വ്യാജേന, അവനും ബംഗ്ലാദേശിയാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം, അറിയില്ല. അവൻ പോലീസ് ജീപ്പില് അടിച്ച് മദ്യപിച്ച് ലെക്കുകെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കരമായി ബഹളമുണ്ടാക്കുകയും മറ്റുള്ളവരാരും ഇവൻ ഇത് നാട്ടുകാരനാണ് എന്ന് പോലും പറയാൻ മടിച്ചിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും വ്യാജ കാർഡുകൾ ഏതാണ്ട് ഒരുപോലെയാണുള്ളത്. അതിന്റെ അർത്ഥം ഒരേ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് രേഖകൾ നിർമ്മിച്ച് ലഭിച്ചിരിക്കുന്നത് എന്നാണ്. 27 ബംഗ്ലാദേശികൾ പിടിയിലായിരിക്കുന്നത് വടക്കൻ പറവൂരിൽ നിന്നാണ്. ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്ന ഇവരെ പലർക്കും സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഇൻഫോം ചെയ്യുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഘം ഇവരെ വലയിലാക്കുന്നത്. നേരത്തെ തന്നെ സമാനമായ രീതിയിൽ 7 ബംഗ്ലാദേശികൾ പിടിയിലായിരുന്ന വാർത്ത നമ്മൾ കണ്ടു. അതും എറണാകുളം റൂറലിൽ നിന്ന് തന്നെ. അതിന്റെ തൊട്ട് തലേ ദിവസമാണ് 34 പേർ ഒരുമിച്ച് പിടിയിലാകുന്നത്. എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഒരുമിച്ച് നമ്മുടെ നാടുകളിൽ എത്തുന്നത്? അതിന്റെ അന്വേഷണ തിരക്കിലാണ് ATSഉം പോലീസും ഒക്കെ. 3 മാസം മുമ്പാണ് ഇവരിവിടെ എത്തിയിരുന്നത് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് ഏതാണ്ട് ആ മൊഴി വിശ്വസിക്കാൻ പോലീസ് തയ്യാറാകാതെ ആ അവിശ്വാസത്തിന്റെ പിന്നാലെ തന്നെയാണ്. ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്ന ആൾക്കാരും പെട്ടുപോകും. ബംഗ്ലാദേശികൾ ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ട് 1500 രൂപ മാത്രം കടമുറിക്ക് അവർക്ക് ഈടാക്കിയിരുന്നെങ്കിൽ ബംഗ്ലാദേശികളാകുമ്പോൾ ഒരു 10 പേര് 15 പേര് ഒരുമിച്ച് താമസിച്ചാൽ ഇവർക്ക് 15,000 രൂപ മാസം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഹൗസ് ഓണർമാരും ഷോപ്പ് ഓണർമാരും ഒക്കെ ബംഗ്ലകൾക്ക് കടയും വീടുകളും ഒക്കെ റെന്റിന് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നന്ദി.